ഹലോ ഫ്യൂച്ചർ ഓഫീസേഴ്സ്. ഫോർച്യൂൺ IASന്റെ നോ യുവർ സർവീസ് സീരീസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. എല്ലാവരും UPSC എന്ന് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കളക്ടർ എന്ന് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ സ്കൂളിൽ ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ തന്നെ എല്ലാവരും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, എന്നാൽ നിനക്ക് IAS ആവാൻ പഠിച്ചുകൂടെ എന്ന്. അപ്പോൾ അങ്ങനെ വളരെ കോമൺ ആയിട്ടും എല്ലാവരും കേൾക്കുന്നതും ഏറ്റവും പവർഫുള്ളുമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുമുള്ള ഒരു സർവീസാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ സെക്ഷൻസിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്താണ് ഒരു IAS ഓഫീസറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യുന്ന ഓഫീസേഴ്സിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നവരാണ് IAS ഓഫീസേഴ്സ്. പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പൊ അവരിങ്ങനെയാണ് ഒരു വലിയൊരു കാലഘട്ടത്തിലേക്കുള്ള പോളിസി നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവിടെ ക്രൂഷ്യലായിട്ടുള്ള ഇൻപുട്സ് കൊടുക്കുന്ന ആൾക്കാരാണ് IAS ഓഫീസേഴ്സ്. അപ്പൊ പ്രധാനമായും ഗവൺമെന്റിന്റെ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുക, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യ വ്യവസ്ഥ, വിദ്യാഭ്യാസ വ്യവസ്ഥ തുടങ്ങി എന്തിനും ഏതിലും, അതായത് ഡിഫൻസ് തുടങ്ങി ടൂറിസം വരെ തുടങ്ങി എണ്ണമില്ലാത്ത അത്രയും സെക്ടറുകളിൽ വർക്ക് ചെയ്ത് ആ സെക്ടറുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കണം, പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വളരെ കാതലായ തീരുമാനങ്ങൾ എടുക്കുന്ന ഓഫീസേഴ്സാണ് IAS ഓഫീസേഴ്സ്. രണ്ടാമത് പറഞ്ഞെന്നെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇതിന് കാതലായ ഒരു റോൾ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഡിസ്ട്രിക്ട് കളക്ടർ എന്ന റോളാണ്. അപ്പൊ ഇത് പലപ്പോഴും നമുക്ക് മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ളത് മമ്മൂട്ടി ദ കിങ് എന്ന സിനിമയിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ഇവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ തുടങ്ങി ഒരുപാട് പവറുകളെല്ലാം കാണിക്കുന്ന ഒരു സിനിമയാണ് ദ കിങ് എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത് അയാളാണ് ആ ഡിസ്ട്രിക്റ്റിന്റെ ഓവറോൾ ചുമതലയുള്ള, ആ ജില്ലയുടെ ഓവറോൾ ചുമതലയുള്ള ഒരു ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് 2 രീതിയിലുള്ള ചുമതലകളുണ്ട്. ഒന്ന് റവന്യൂ ചുമതലകളും, പിന്നെ ഒന്ന് ജുഡീഷ്യൽ ചുമതലകളും. അപ്പൊ വളരെ അപൂർവമായിട്ടാണ് കളക്ടർ അയാളുടെ ജുഡീഷ്യൽ പവേഴ്സ് യൂസ് ചെയ്യാറ്. കൂടുതലും റവന്യൂ ചുമതലകളും തുടർന്ന് ലോ ആൻഡ് ഓർഡർ, അല്ലെങ്കിൽ ഓവറോൾ ആ ജില്ലയുടെ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഒരു ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ജില്ലാ കളക്ടർ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ന്യൂമറസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. ഒരുപാട് വ്യക്തികളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടുത്തെ പലവിധമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് റിലീസ് ചെയ്യുന്ന വ്യക്തി നിങ്ങളായിരിക്കും. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, പല സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമുകളുടെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് കളക്ടർ വഴിയായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ ഭാഗമായ എലക്ഷൻ നടത്തിപ്പ്, എലക്ഷന്റെ തുടർന്നിട്ടുള്ള നമ്മുടെ എലക്ഷൻ റിസൾട്ട് പറയുന്ന സമയം വരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം, ഒരു ക്യാൻവാസ് നിങ്ങൾക്ക് തരുന്നത് IAS ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന കാര്യത്തിന്റെ പ്രസക്തി ഉദിക്കുന്നില്ല. കാരണം എല്ലാ ഗവൺമെന്റ് സെക്ടറിലും ഒരുപോലെ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറുകയാണ്. അപ്പൊ എല്ലായിടത്തും നിങ്ങൾക്ക് ഈസി ആക്സസും കിട്ടുന്നതായിരിക്കും. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ട്രെയിനിങ് ആൻഡ് വാല്യൂ അഡീഷൻ ആണ്. ഒരുപക്ഷെ സിവിൽ സർവീസസിന്റെ ഏറ്റവും എപ്പിറ്റോമായി നിൽക്കുന്ന സർവീസ് ആയതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കിട്ടുന്നത്. അപ്പോൾ സാധാരണ എല്ലാ സർവീസുകാരും ചെല്ലുന്ന കോമൺ ഫൗണ്ടേഷൻ കോഴ്സ് അത് നടക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മസൂറിയിലാണ്. എന്നെ ചുരുക്കപ്പേരിൽ എല്ലാവരും ലബാസന എന്ന് വിളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കിങ് സിനിമ തന്നെ പറയുന്നുണ്ട്, ലബാസനയിൽ മസൂറിയിലെ അക്കാഡമിയിൽ എല്ലാ വർഷവും തയ്യാറെടുത്ത് വരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പറ്റി. അപ്പൊ മസൂറിയിലാണ് ഭൂരിഭാഗം സമയത്തും, അതായത് ത്രൂ ഔട്ട്
ഒരു IASന്റെ ട്രെയിനിങ് നടക്കുന്നത്. IASന്റെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഹോം അക്കാഡമി എന്ന് പറയുന്നത് ലബാസന അക്കാഡമി തന്നെയാണ്, ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി. അപ്പൊ ഇവിടുത്തെ ട്രെയിനിങ്ങിൽ തുടക്കത്തിൽ ഫൗണ്ടേഷൻ കോഴ്സിലെ ട്രെയിനിങ്ങിന് സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, ആർച്ചറി, ഷൂട്ടിംഗ്, ഇതുകൂടാതെ തന്നെ മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതിലെല്ലാം കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. പലപ്പോഴും ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം പേഴ്സണൽ ട്രെയിനിങ്ങോട് കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് ഔട്ട്ഡോർ ആക്ടിവിറ്റി. ഇത് കൂടാതെ തന്നെ ഇൻഡോർ ആക്ടിവിറ്റിയിലും കാര്യമായിട്ടുള്ള ക്ലാസ് റൂം ട്രെയിനിങ്ങിന്റെ ഒപ്പം തന്നെ ഒരു പേഴ്സണാലിറ്റി മോൾഡിങ് എക്സസൈസുകളും ഒരുപാട് നടക്കും. അതായത് ഇപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പല വിധത്തിലുള്ള സമൂഹത്തിലുമുള്ള വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജോലി ചെയ്യേണ്ടവരാണ് IAS ഉദ്യോഗസ്ഥർ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോരുത്തരെയും എങ്ങനെ സമീപിക്കണം, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വികസനത്തിന്റെ ആശയം മുന്നോട്ട് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ട്രെയിനിങ് അവർക്ക് കിട്ടുന്നതാണ്. പലപ്പോഴും ട്രെയിനിങ്ങിനായി വരുന്നത് മുതിർന്ന IAS ഉദ്യോഗസ്ഥരും ഇതുകൂടാതെ തന്നെ നമ്മുടെ ചുറ്റും ഈ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് NGO, SHGs പോലെ ഇങ്ങനത്തെ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന വ്യക്തികളുമാണ് കൂടുതലും ട്രെയിനിങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിനെല്ലാം കൂടി ചേർന്ന് വളരെ എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി ഓവറോൾ മോൾഡിംഗ് ആണ് പലപ്പോഴും IAS ട്രെയിനിങ് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ സെൻട്രൽ ലോസും സ്റ്റേറ്റ് ലോസിനെയും പറ്റിയുള്ള ട്രെയിനിങ് നടക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അക്കാഡമീസിലും ട്രെയിനിങ് നടക്കും. ഇപ്പൊ നമുക്ക് കേരളത്തിലാണെങ്കിൽ നമ്മുടെ IMG എന്ന് പറയുന്നത് നമ്മുടെ PMGയിലുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. അപ്പോൾ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ ലോസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലോസിനെ പറ്റിയുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടേക്ക് അയക്കുന്നതാണ്. പിന്നെ കൂടുതലും IASന്റെ ട്രെയിനിങ്ങിൽ അക്കാഡമിക് ട്രെയിനിങ്ങിന്റെ ഒപ്പം തന്നെ ഇവർക്ക് എന്ത് ട്രെയിനിങ്ങും ഉണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഉണ്ട്. അപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ഇവിടുന്ന് IAS ആയിട്ട് പോയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ പരിചയക്കാരോ 2 വർഷത്തിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് കിട്ടിയ കേഡറിൽ അവർ വന്ന് സബ് കളക്ടറായിട്ട് ഇവർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇവർ ജോയിൻ ചെയ്യും. ഈ അസിസ്റ്റന്റ് കളക്ടർ പോസ്റ്റിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ ഓൺ ദ ജോബ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. തുടർന്ന് വീണ്ടും ഇവര് പോസ്റ്റിംഗ് ആവുന്ന സമയത്ത് വീണ്ടും ഇവർ തിരിച്ചു വന്ന് സബ് കളക്ടർ എന്നുള്ള രീതിയിൽ ഇവർക്ക് പോസ്റ്റിംഗ് കിട്ടി തുടർന്ന് ഇവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ട്രെയിനിങ് ഓവറോൾ മികച്ചതായിരിക്കും. അപ്പൊ തന്നെ വാല്യൂ അഡീഷനെ പറ്റി ഒന്നും, അതായത് കൂടുതൽ പറയാനൊന്നും ഇല്ല. കാരണം ആ ഒരു ഹോൾ ട്രെയിനിങ് പ്രോസസ്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്ത് നിങ്ങളൊരു മികച്ച വ്യക്തിയാക്കി മാറ്റുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. ഇപ്പൊ മറ്റ് ഏത് സെൻട്രൽ സർവീസിനെ പോലെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിനെ പോലെയോ നിങ്ങൾ IAS കേഡറിൽ അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥനായി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലെവൽ 10 എലിജിബിൾ ആയിട്ടുള്ള സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. DA, TA പോലുള്ള അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കും. തുടർന്ന് നിങ്ങൾ ഏത് ഓഫീസിലാണോ നിങ്ങൾ ജോലിക്ക് പോകുന്നത് ആ ഓഫീസുമായി ബന്ധപ്പെട്ട വാഹനം തുടങ്ങിയ സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ IASൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ സാധിക്കും, ഒരു IAS ഉദ്യോഗസ്ഥന്റെ കൂടെ കൂടുതലും ഒരു ഡ്രൈവർ പ്ലസ് ഒരു ഗൺമാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം അതൊരു കീ പൊസിഷനാണ്. നിങ്ങൾ പലപ്പോഴും എന്താ പറയുക, സമൂഹത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ തന്നെ ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഹൗസ് റെന്റ് അലവൻസ് റൂൾസ് അനുസരിച്ച് നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഹൗസസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് റെന്റിന് എടുക്കാവുന്നതാണ്. പൊതുവെ വളരെ മികച്ച രീതിയിലുള്ള ബംഗ്ലാവുകൾ, ഹൗസുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കളക്ടറിന്റെ ബംഗ്ലാവ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു മികച്ച ഒരു റെസിഡൻസ് തന്നെയായിരിക്കും. ഒരു പൂന്തോട്ടം, അതിനോട് ചേർന്ന് ചെറിയ മീറ്റിംഗ് നടത്താനുള്ള സ്ഥലം, ഇതെല്ലാം കൂടി ചേർന്ന് വളരെ മനോഹരമായ ഒരു റെസിഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് തന്നെ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. അതായത് നിങ്ങളെ പലതരം ട്രെയിനിങ്ങുകളിലേക്ക് പറഞ്ഞയക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് യാത്ര ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും വിത്തിൻ ഗവൺമെന്റ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഓവറോൾ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ആക്സസ് കിട്ടുന്നതും ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു സർവീസാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAS എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ സർവീസാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്.
അപ്പോൾ ഒരു ഓൾ ഇന്ത്യ സർവീസിന്റെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് കൂടുതലും കേഡർ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഇപ്പൊ കേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇപ്പോൾ കേരളം, സംസ്ഥാനങ്ങൾ ഓരോ കേഡറാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കേരളം ഒരു കേഡറാണ്, ആന്ധ്രാപ്രദേശ് ഒരു കേഡറാണ് എന്ന രീതിയിലാണ് കേഡറുകൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ കേഡറിന്റെയും ആ കേഡറിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലായിരിക്കും ആ സ്ഥലത്തെ IAS ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് കളക്ടർ, സബ് കളക്ടർ, കളക്ടർ തുടങ്ങിയ പോസ്റ്റിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തുടർന്ന് നിങ്ങൾ ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ, അതായത് ഇപ്പോൾ കേരളമാണെങ്കിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഡയറക്ടർ ആയിട്ടായിട്ടും അതിന്റെ സെക്രട്ടറി ആയിട്ടായിട്ടും തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ വരുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ആരോഗ്യ വകുപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സിലായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം ഡയറക്ടറോ സെക്രട്ടറിയോ തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിരിക്കും തുടർന്ന് നിങ്ങളുടെ പോസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ ഓരോ IAS ഉദ്യോഗസ്ഥർക്കും അവരുടേതായിട്ടുള്ള ഡൊമൈൻ നോളേജ് വെച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഓരോരോ ജില്ലകളിലേക്കും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. പോസ്റ്റിങ്ങുകളും കാര്യങ്ങളെല്ലാം വളരെ പൊതുവെ ഈസി ആയിട്ടാണ് IASൽ കിട്ടാറ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു രാഷ്ട്ര സേവനത്തിന് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ജില്ലയിലാണോ നിങ്ങളുടെ പോസ്റ്റിംഗ് കിട്ടുക ആ ജില്ലയിൽ നിങ്ങൾ ജോലി ചെയ്യാൻ റെഡി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ പൊതുവെ കാണപ്പെടുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IAS IPS ഉദ്യോഗസ്ഥരെ അവരുടെ ഹോം ഡിസ്ട്രിക്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പൊതുവെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവാറുണ്ട്. കൂടുതലും അവരുടെ ഹോം ഡിസ്ട്രിക്റ്റിൽ അവരെ പോസ്റ്റ് ചെയ്യാറില്ല, മറ്റ് ഡിസ്ട്രിക്റ്റുകളാണ് അവർ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, നിങ്ങളുടെ ട്രാൻസ്ഫേഴ്സും സമയാനുബന്ധമായിട്ടും ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവും, അല്ലാതെയും നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവുന്നതാണ്. ഒരു ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലയിലേക്ക് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതുമാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കരിയർ ഗ്രോത്ത് ആസ്പെക്റ്റ് ആണ്. ഒരു IAS ഓഫീസർ എന്ന രീതിയിൽ നിങ്ങളുടെ കരിയർ എങ്ങനെ വളരും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, സെൻട്രൽ ഗവൺമെന്റിലാവട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റിലാവട്ടെ ഏറ്റവും മികച്ച രീതിയിൽ, അതായത് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്താവും കപ്പാസിറ്റിയുള്ള വ്യക്തികളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് പല സർവീസുകളിൽ നിന്നുള്ള ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ഉദാഹരണത്തിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുക, അതിന്റെ കീഴിൽ ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട്സിൽ ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇന്ത്യൻ ടെലികോം ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കുക. അപ്പൊ അതിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ IP ടാപ്സിൽ ഓഫീസേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിൽ ഓഫീസേഴ്സ് ഉണ്ടാവാം. അങ്ങനെ പല ടൈപ്പ് ഓഫീസേഴ്സ് ഉണ്ടാവും. എന്നാൽ ഈ ഓഫീസറുകളുടെ എല്ലാവരുടെയും മുകളിൽ ഈ ഓഫീസിൽ അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ മിനിസ്റ്ററും സെക്രട്ടറിയും ചേർന്നാണ്. ഈ സെക്രട്ടറി പോസ്റ്റിലേക്ക് എത്തുന്നത് ആരാണ്? IASകാരാണ്. ഒട്ടുമിക്ക എല്ലാ മിനിസ്ട്രികളുടെയും സെക്രട്ടറി പോസ്റ്റ് അലങ്കരിക്കുന്നത് IASകാരായതുകൊണ്ടും അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള തീരുമാനങ്ങളിൽ ഇമ്പാക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഈ സെപ്പറേറ്റ് കേഡർ ഒന്നും ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഇതിനൊക്കെ അവരുടെ ഓരോ പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷണൽ ഓഫീസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ജനറൽ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഏറ്റവും ഉയർന്ന പോസ്റ്റ്, സെക്രട്ടറി ലെവൽ പോസ്റ്റ് അലങ്കരിക്കുന്നത് IASകാരായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അസിസ്റ്റന്റ് കളക്ടർ, സബ് കളക്ടർ, കളക്ടർ എന്നുള്ള ലെവൽ ഫീൽഡ് പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ട് ഇവര് സെക്രട്ടറി, അതായത് തുടക്കം മുതൽ, അതായത് അസിസ്റ്റന്റ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, സെക്രട്ടറി തുടങ്ങിയ ലെവലുകളിലേക്കും ഉയർന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർക്കുണ്ട്. പിന്നീട് നിങ്ങൾ എപ്പോഴും കാണാൻ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസുകൾ, ഉദാഹരണത്തിന് CAG അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ, ഈവൻ റിസർവ് ബാങ്ക് ഗവർണർ വരെ ആവുന്നത് പലപ്പോഴും IAS ഓഫീസേഴ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് അത്ര ഉയർന്ന ലെവലിലേക്കും എത്താനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നതാണ്? IAS നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത്
ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഡെപ്യൂട്ടേഷൻ എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കൂടുതലും സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെപ്യൂട്ടേഷൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിലായിരിക്കുമല്ലോ നിങ്ങൾ സാധാരണ IAS കിട്ടിയതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് സെൻട്രൽ ലെവൽ മിനിസ്ട്രിയിലേക്ക് പോകണം. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് റെയിൽവേസിൽ വർക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് വർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സെൻട്രൽ ഡെപ്യൂട്ടേഷൻ വാങ്ങി നിങ്ങൾക്ക് റെയിൽവേസിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ നടക്കാവുന്നതാണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു മലയാളിയാണ്, നിങ്ങൾക്ക് എക്സാം എഴുതി കിട്ടുന്നത് മഹാരാഷ്ട്ര കേഡർ ആണെന്ന് വിചാരിക്കും. അങ്ങനെ മഹാരാഷ്ട്ര കേഡറിൽ ആദ്യത്തെ 7 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തുടർന്ന് കേരളത്തിലേക്ക് ഡെപ്യൂട്ടേഷന് വേണ്ടി വരാം. അപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ കേരളത്തിലെ വിവിധങ്ങളായ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സാധാരണ അനുവദിക്കാറുള്ളത് 5 വർഷത്തെ ഡെപ്യൂട്ടേഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം സ്റ്റേറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ജോലി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെൻട്രൽ ടു സ്റ്റേറ്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ ആണ് കൂടുതൽ നമുക്ക് IAS കാണാൻ സാധിക്കും.